ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ 121 മണ്ഡലങ്ങളിലാണ് ജനം വിധി എഴുതുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അടക്കം പ്രമുഖർ ആദ്യഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അതേസമയം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. തലസ്ഥാനമായ പട്നയടക്കം 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ് നാളെ ജനം വിധി എഴുതുക. 1314 സ്ഥാനാർത്ഥികൾക്കായി 3,75,00,000 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ബീഹാറിലെത്തും. താരസ്ഥാനാർത്ഥികൾ പലരുടെയും വിധി എഴുതപ്പെടുന്നത് നാളെയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്ന്, ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട്ട് ചൌധരി താരാപൂരിൽ നിന്നും, വിജയ് കുമാർ സിൻഹ ലഖിസറായിൽ നിന്നും മത്സരിക്കുന്നു. പുതിയ പരീക്ഷണവുമായി ഇറങ്ങിയ തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് മഹുവയിൽ നിന്നാണ് പോരാടുന്നത്. ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിലെ താരസ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇളക്കിമറിച്ച സംഭവമായിരുന്നു ദുലാർ ചന്ദ് യാദവ് എന്ന ജൻസുരാജ് പാർട്ടി നേതാവിന്റെ കൊലപാതകം. സംഭവം നടന്ന മൊക്കാമയിലും ജനവിധി ആദ്യഘട്ടത്തിലാണ്. ദുലാർ ചന്ദ് യാദവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇവിടുത്തെ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് ജയിലിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇയാൾ ജയിലിൽ നിന്നാണ് മത്സരിച്ചതെന്നത് കൗതുകം. സമീപകാലത്ത് നടന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ ജയിക്കാൻ സ്ത്രീ വോട്ടർമാർ ഒപ്പം വേണമെന്നത് ഉറപ്പിക്കുകയാണ് മുന്നണികൾ. വോട്ടിന് പണം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളാണ് തുറുപ്പുചീട്ട്. സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിൽ 35% സംവരണം, 10,000 രൂപ വീതമുള്ള പ്രത്യേക സഹായമടക്കം പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിതീഷ് കുമാർ സർക്കാർ നടപ്പാക്കി. സ്ത്രീകൾക്ക് 30,000 രൂപ അടുത്ത ജനുവരിയിൽ തന്നെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പുരുഷ വോട്ടർമാരെക്കാൾ വോട്ട് ചെയ്യാൻ എത്തിയത് സ്ത്രീകളാണ്. വോട്ട് ചെയ്തവരിൽ സ്ത്രീ വോട്ടർമാർ 60%, പുരുഷന്മാർ 54% എന്നതാണ് കണക്ക്. ജംഗിൾ രാജും മംഗൾ രാജും, രാഷ്ട്രീയ കൊലപാതകവും സീതാക്ഷേത്രവും അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അവസാനിക്കുന്നത്. ഇരു മുന്നണികൾക്കും ദേശീയ തലത്തിൽ പോലും പ്രധാനപ്പെട്ട ജനവിധിയാണ് ബീഹാറിൽ ഉണ്ടാവാൻ പോകുന്നത്. പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കൂടുതൽ വിവരങ്ങളുമായി പട്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. കലാശക്കൊട്ട് കഴിഞ്ഞു. ഇനി നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ്. 3.25 കോടിയോളം പേർ ബൂത്തുകളിലെത്തുന്നു. ഒപ്പം തന്നെ ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള ഊർജിതമായ ഒരുക്കങ്ങളും ഒക്കെ നടക്കുകയാണല്ലോ ഒരു വശത്ത്. തീർച്ചയായും കൃഷിനെ ഇന്നലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇന്നലെ ആ മേഖലകളിൽ കൂടുതലായി റാലികളും മറ്റും നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ രാജ്നാഥ് സിംഗിന്റെ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റാലികൾ ഉണ്ട് ഈ മേഖലകളിൽ എന്നതാണ് BJP അറിയിച്ചിട്ടുള്ളത്. മറ്റു നേതാക്കളുടെ കാര്യപരിപാടികളിൽ കുറച്ച് അവ്യക്തത ഈ ഘട്ടത്തിലുണ്ട്. ഏതായാലും മുതിർന്ന നേതാക്കൾ ഇന്നും പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നിശബ്ദ പ്രചാരണം നടക്കുന്ന മണ്ഡലങ്ങളെ കൂടി ലക്ഷ്യം വെച്ച് തന്നെയാകും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പ്രചാരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും RJD ക്യാമ്പിൽ, ഇന്ത്യ സഖ്യത്തിന്റെ മഹാസഖ്യത്തിന്റെ ക്യാമ്പിൽ ഒരു ആശങ്ക ഏതായാലും പ്രകടമാണ്. ചില പ്രവചനങ്ങൾ, ഈ ഒപ്പീനിയൻ പോളുകൾ ചിലതൊക്കെ തന്നെ ഈ BJP സഖ്യത്തിന്, NDAക്ക് ഒരു ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം, ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാവിലെ വമ്പൻ പ്രഖ്യാപനങ്ങൾ, സ്ത്രീകൾക്ക് അനുകൂലമായ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തേജസ്വി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. അങ്ങനെ സ്ത്രീ വോട്ടർമാരെ പരമാവധി ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ്. സാധാരണ ഈ ജാതി സമവാക്യങ്ങളാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരേ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സ്ത്രീ വോട്ടർമാർ അടക്കമുള്ള, യുവാക്കൾ അടക്കമുള്ള വോട്ടർമാരുടെ വോട്ടുകൾ നിർണായകമായി മാറുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗങ്ങളെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇരു മുന്നണികളും പ്രഖ്യാപിച്ചത്. യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് യുവാക്കൾ ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി എന്ന പ്രഖ്യാപനം മഹാസഖ്യം നടത്തിയത്. അതേപോലെ 1 കോടി സർക്കാർ ജോലികൾ എന്ന പ്രഖ്യാപനം NDAയും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലാണ് ഫലിക്കാൻ പോകുന്നത് എന്നത് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. 11-ാം തീയതിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നിശബ്ദ പ്രചാരണത്തിലും ഇടയും പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ക്രിസ്റ്റീന, ശ്രീനാഥ് ചന്ദ്രനാണ് ബീഹാറിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.